ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മുന്നിലേക്ക് നിക്ഷേപ മാർഗങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലുള്ള ആളുകൾ വീണ്ടും തട്ടിപ്പിന് ഇരയാകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ നമ്മൾ പരിശോധിച്ചാൽ 1630 കോടി രൂപയാണ് തീർച്ചയായിട്ടും നിക്ഷേപകരിൽ നിന്ന് ഈ കമ്പനി സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊരു മണി ചെയിൻ തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ രൂപ സ്വീകരിച്ചിട്ടുള്ളത്. ഹൈറിച്ച് കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2019 ചേർപ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ ആസ്പദമാക്കിയാണ് ഈ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പലചരക്ക് ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന ശൃംഖലയുടെ പേരിൽ ആരംഭിച്ച കമ്പനിയാണ്. ഇപ്പോൾ ഇതിന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഇത് നിക്ഷേപകരിൽ നിന്ന് വലിയ തുകകൾ ഇപ്പോൾ പലിശ കിട്ടും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും എന്ന രീതിയിൽ നിക്ഷേപകരിൽ നിന്ന് വലിയ തുകകൾ എടുക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 700 രൂപയുടെ ഒരു കൂപ്പൺ ഉപയോഗിച്ച് നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പനിയുടെ പ്രിവിലേജ് കസ്റ്റമറായി മാറും. അപ്പൊ തന്നെ നമുക്ക് 100 രൂപ റിട്ടേൺ ആയിട്ട് കിട്ടുവാണ്. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 10,000 രൂപയുടെ നിക്ഷേപത്തിൽ ചേർത്താം. 10,000 രൂപ നമ്മൾ നിക്ഷേപമായിട്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപ ഇൻസെന്റീവ് ആയിട്ട് നമുക്ക് തിരികെ നൽകും. അതുപോലെ തന്നെ 10,000 രൂപ നിക്ഷേപിക്കുന്നവർക്ക് 400 രൂപ പലിശയായിട്ട് കിട്ടും. അതുപോലെ 1 ലക്ഷം രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ 4,000 രൂപ നമുക്ക് പലിശയായിട്ട് കിട്ടും. അപ്പോൾ വാർഷിക നിരക്ക് നോക്കി കഴിഞ്ഞാൽ 48% വരെ പലിശ ലഭിക്കുമെന്ന് കണ്ട് നിക്ഷേപകർ കൂട്ടത്തോടെ ഈ മണി ചെയിൻ ഭാഗമായിട്ട് മാറി. അപ്പൊ ഇതിന് നോക്കിയ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഹൈറിച്ചിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂം മീറ്റുകളൊക്കെ നടത്തിയായിട്ട് ഇവര് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലേക്ക് നിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇതുപോലെയുള്ള തട്ടിപ്പിന് ഇരയാകുന്ന ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. ഈ 1630 കോടി രൂപയുടെ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളായി പോലും ഇതുപോലുള്ള തട്ടിപ്പുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ അക്കൗണ്ട് ഹാൻഡ്ലിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതുപോലെ പൊറഞ്ചു വെളിയത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിൽ പോലും പെയ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ, അതുപോലെ പെയ്ഡ് കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ സംവിധാനത്തെ ഇത്ര രീതിയിലുള്ള സംവിധാനങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ തട്ടിപ്പ് അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇപ്പോഴും പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിൽ നിന്നാണ് 1630 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയുള്ളത്. അംഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ ആളുകളിൽ നിന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഇത്ര പലിശ കിട്ടും, ഇത്ര ഇൻട്രസ്റ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ സമയവും ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമ്മൾ എന്ത് കാര്യം ചെയ്താലാണ് എന്ത് വിജയത്തിലേക്ക് എത്തുള്ളൂ. അല്ലാതെ എളുപ്പ വഴിയിൽ പൈസ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും സാധ്യമല്ല. നമുക്ക് നമ്മുടെ മുന്നിലേക്ക് പരിശോധിച്ച് നോക്കിയറിയാം, വളരെ പ്രബലരായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവരുടെ കഠിനാധ്വാനവും അവരുടെ ഒരു ഡെഡിക്കേഷൻ കൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും അവരുടെ സ്ഥാപനങ്ങൾ വിജയിച്ചുള്ളത്. ജോസഫ് ചിറ്റിലപ്പള്ളി ആയാലും റിലയൻസിന്റെ സ്ഥാപനം ധീരുഭായ് അംബാനി ആയാലും അതുപോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. അവരൊക്കെ തീർച്ചയായിട്ടും അവരുടെ ഒരു എഫേർട്ട് ഇട്ടുകൊണ്ട് അവരുടെ ലൈഫിന്റെ പകുതിയോളം അവർ എഫേർട്ട് ഇട്ടുകൊണ്ട് ആ ബിസിനസിന് വേണ്ടി ബിസിനസിനെ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ബിസിനസ് മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവിടെ പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ ബ്രാൻഡ് ഷേപ്പിന് വേണ്ടിയാണ് അവർ എഫേർട്ട് ഇട്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ജീവിതത്തിന്റെ പകുതി ഭാഗവും ആ എഫേർട്ട് വേണ്ടി ഇപ്പൊ നമുക്ക് ലുലുവിന്റെ സ്ഥാപനമായിട്ടുള്ള യൂസഫ് അലി സാർ, അദ്ദേഹത്തിന്റെയൊക്കെ ആ ജീവിതത്തിന്റെ പകുതി ഭാഗവും കഷ്ടപ്പെട്ട് എടുത്തതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് യൂസഫ് അലി സാർ എന്ന് പറയുന്ന ഇന്ത്യയിൽ വലിയൊരു പ്രമുഖനായിട്ടുള്ള ഒരു ബിസിനസ് മാഗ്നറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ തട്ടിപ്പിലകപ്പെടാതെ നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക.